ലൈവിൽ ശ്രീതു അർജുനോട് കിച്ചണിൽ വെച്ച് പറഞ്ഞ രസകരമായ ഒരു കാര്യം. ഒരു പക്ഷേ ലാലേട്ടൻ അത് കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാനും സാധ്യതയുണ്ട്. അത് എന്തായാലും ആ ഒരു കാര്യം, അതേപോലെ തന്നെ ജാൻമണി ജിൻഡോ അഭിഷേക് ഋഷിയോട് നോറയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇപ്പോൾ ലൈവ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. അതായത് പോയ ആൾക്കാരൊക്കെ തിരിച്ച് റീ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഒരു ടോപ്പ് 5-ലേക്കൊക്കെ എത്തുന്ന മത്സരാർത്ഥികൾ, അതായത് 100 ദിവസം തേക്കാൻ പോകുന്ന മത്സരാർത്ഥികളൊക്കെ കാണാനുള്ള വരവിലാണ്, അതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ കുറേ മത്സരാർത്ഥികളൊക്കെ പോയവരൊക്കെ വരും. എന്നാൽ ലൈവിൽ ജാൻമണി നോറയെക്കുറിച്ച് ഇപ്പോഴും ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോറ അന്ന് പറഞ്ഞ കാര്യം, നോറ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. നമുക്കറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓരോരുത്തരെ വ്യക്തിത്വം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അതൊരു സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, ഒരു സിനിമ പോലത്തെ ഒരു കഥ ഒരാൾ എഴുതിയിട്ട് നമ്മൾ അഭിനയിക്കുന്നതല്ല. അപ്പോൾ ഒരു ലൈഫ് തന്നെയാണ് അവിടെ. എന്നിരുന്നാൽ പോലും അതിനകത്ത് നടക്കുന്നത് ഒരു ഗെയിം തന്നെയാണ്. അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടൊക്കെ പറഞ്ഞു. ഈ പറയുന്ന ജാൻമണി തന്നെ ഒരുപാട് നോറയെയും അതേപോലെ തന്നെ മറ്റു മത്സരാർത്ഥികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വൈരാഗ്യം പോലെ വീണ്ടും അവിടുന്ന് കൊണ്ട് പുറത്തു പോയ ഒരാൾ വീണ്ടും തിരിച്ച് ഒരു ഗസ്റ്റായിട്ട് വരുമ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നോറയെക്കുറിച്ച് ഇപ്പോഴും ജാൻമണിയുടെ ഉള്ളിൽ ഭയങ്കര വൈരാഗ്യമുള്ള പോലെ തന്നെയാണ് ജാൻമണി ഋഷിയോടും അഭിഷേകിനോടും ജിൻഡോനോടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതേപോലെ അർജുനോടും ചെറിയൊരു ദേഷ്യം ജാൻമണിക്കുള്ളത് പോലെ തന്നെയാണ്. അർജുന അത്ര കാര്യമാക്കിയില്ല. മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒരു കാര്യം. മറ്റൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, കിച്ചണിൽ വെച്ചിട്ട് ശ്രീതു അർജുനോട് പറയുന്നുണ്ട്, അർജുൻ ജാസ്മിനെ അനുകരിച്ചത്, ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അനുകരിച്ചതും, ഒപ്പം ലാലേട്ടൻ ജാസ്മിനെ അനുകരിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീതു അർജുനോട് പറയുകയാണ്, ലാലേട്ടന് നിന്നെയാണ് ഭയങ്കര കാര്യം, നിന്നെയാണ് ലാലേട്ടന് ഭയങ്കര ഇഷ്ടം എന്ന് പറയുകയാണ്. അപ്പോൾ അർജുൻ പറയുകയാണ്, ലാലേട്ടൻ എല്ലാവരെയും കാര്യം തന്നെയാണ്. അങ്ങനെ രസകരമായ ഒരു സംഭാഷണം കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കും. ഇത് ലാലേട്ടൻ കാണണം, നല്ല രസമുണ്ടാകും. എന്തായാലും അത്ര ഒരു രസകരമായൊരു സംഭവമാണ് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.